കണക്കുകൾ പെരുപ്പിച്ചു കാട്ടി വന്യമൃഗങ്ങളെ കൊന്നൊടുക്കാൻ വരട്ടെ. സംസ്ഥാനത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 3 വർഷമായി കുറയുന്ന പ്രവണതയാണെന്ന് സംസ്ഥാന വനം വകുപ്പിന്റെ കണക്കുകളിൽ വ്യക്തമാണ്. വാർത്താ ഏജൻസിയായ PTI വനം വകുപ്പിൽ നിന്നും ശേഖരിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നതും കൊല്ലപ്പെടുന്നതും കുറഞ്ഞു എന്നാണ് വ്യക്തമായിട്ടുള്ളത്. 2023-24 കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 17 ആണ്. 2022-23 കാലഘട്ടത്തിൽ ഇത് 27 പേരും 2021-22 കാലഘട്ടത്തിൽ 35 പേരുമായിരുന്ന സ്ഥാനത്താണിത്. ഒഡീഷ, ജാർഖണ്ഡ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കേരളത്തിലേതിനേക്കാൾ വളരെ കൂടുതലുമാണ്. അതേസമയം കാട്ടുപന്നി ആക്രമണത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ കേരളത്തിൽ വലിയ വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2016-17 സമയത്ത് 4 പേർ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ 2023-24 കാലഘട്ടത്തിൽ ഇത് 11ആയി. അതായത് മനുഷ്യമൃഗ സംഘർഷത്തിൽ മരിച്ച 17 പേരിൽ 11 പേരും കാട്ടുപന്നി ആക്രമണത്തിലാണ് മരിച്ചതെന്നാണ് വനം വകുപ്പിന്റെ കണക്ക്. മരണസംഖ്യയിൽ മാത്രമല്ല, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളും സംസ്ഥാനത്ത് കുറഞ്ഞു. രേഖകൾ പ്രകാരം സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2020-21 കാലഘട്ടത്തിലാണ്, 988. തൊട്ടടുത്ത വർഷം ഇത് 758 കുറയുകയാണ് ചെയ്തിട്ടുള്ളത്.